In my opinion, makeup hides my insecurities, guys. അപ്പോൾ ഹലോ ഗൈസ്, രാവിലെ ഒരു പല്ല് തേപ്പ് കൊണ്ട് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് തുടങ്ങാം അല്ലേ? അപ്പോൾ അത്രയും തേച്ചാൽ മതി. രാവിലെ ഇവനെ കണി കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ബിക്കോസ് അവൻ്റെ മുഖത്ത് എപ്പോഴും ഹാപ്പിനെസ് ആണ്. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ പുറത്തുപോയി വെയിലൊക്കെ കൊണ്ടിട്ട് ഇന്നത്തെ സൂര്യൻ അത്ര സെറ്റില്ലാത്തതുകൊണ്ട് പോയി മുറ്റമൊക്കെ അടിച്ചു. ഞായറാഴ്ച ആണല്ലോ, അപ്പോൾ വീട്ടിലിരിക്കുന്നുണ്ട് കുറച്ച് പണിയൊക്കെ ചെയ്തേക്കാമെന്ന് വെച്ചു. എന്നിട്ട് പിന്നെ ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന ചെടിക്കൊക്കെ കുറച്ച് വെള്ളം കൊടുക്കാമെന്ന് വെച്ചു. ഈ കുഞ്ഞുമക്കലിൽ ഒഴിക്കുന്നതുകൊണ്ട് ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ നടന്ന് വേണം ഒഴിക്കാൻ. പിന്നെ അതുമല്ല, മുറ്റമൊക്കെ വരണ്ടുണങ്ങി വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ സെറ്റാക്കും അതൊക്കെ. എന്നിട്ട് പിന്നെ മുറ്റത്ത് കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് ചെടിക്കും വെള്ളം ഒഴിച്ചിട്ട് മുറ്റം അങ്ങ് സെറ്റാക്കി. കാണാൻ വലിയ ഗുമ്മില്ലെന്നേ ഉള്ളൂ കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ചോറും ചിക്കനും കഴിച്ചായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗുളിക കഴിക്കാനുണ്ട്, അതങ്ങ് കഴിച്ചു. പിന്നെ കുറച്ച് എക്സ്പ്രഷൻ ഉള്ള ടൈമാണിത്. അതായത് നമ്മൾ ഇൻഹേലർ എടുക്കുമ്പം ഞാൻ 2 മിനിറ്റ് നേരത്തേക്ക് എന്തോ ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും, കുറച്ച് നേരം മാത്രം. അങ്ങനെ കുറേ നേരം പോസ് ചെയ്തിരുന്നാലേ എൻ്റെ ഇൻഹേലർ എൻ്റെ മെഡിസിനകത്തേക്ക് പോകത്തുള്ളൂ എന്നൊരു ഫീൽ എനിക്കുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം എനിക്ക് ആലോചിച്ച് നിന്നപ്പം ഈ ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് അത്ര സെറ്റ് ആവണില്ലെന്ന് തോന്നി. അന്നേരം വിചാരിച്ചു, എന്നാൽ നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഞാൻ അത്ര പ്രോ ഒന്നുമല്ല, പക്ഷെ എന്നാലും മേക്കപ്പ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇൻ മൈ ഒപ്പീനിയൻ മേക്കപ്പ് ഹൈഡ്സ് മൈ ഇൻസെക്യൂരിറ്റീസ് ഗൈസ്. അതാണ് മെയിൻ തിങ്. പിന്നെ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വരും എന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പം ആദ്യം സൺസ്ക്രീൻ ഇട്ടങ്ങ് തുടങ്ങാം. വേറെ ഒന്നുമില്ല, സൺസ്ക്രീൻ മാത്രമേ ഇടാറുള്ളൂ. പിന്നെ ഇതേതാ സൺസ്ക്രീൻ എന്നറിയാമോ? പണ്ട് നമ്മൾ ഈ ചൊറിയൊക്കെ വരാൻ നേരം തേക്കുന്നൊരു സാധനമില്ലേ, കലാമിൻ ലോഷൻ എന്ന് പറഞ്ഞിട്ട്. ആ കലാമിൻ്റെ തന്നെ ബ്രാൻഡാണ് ഇതും. ആ ബ്രാൻഡിൻ്റെ തന്നെ സൺസ്ക്രീനാണ് ഇതും. ഓക്കെ, ആ ലോഷൻ തേക്കണ മാതിരി ഇതേലും ഉണ്ട്. ഇങ്ങനെ തേക്കുമ്പോൾ ഒരു പിങ്ക് പാച്ച് ഇങ്ങനെ വരും, പിങ്ക് കളറാവും. പക്ഷെ കുറേ നേരം തേച്ച് കഴിയുമ്പോൾ അങ്ങ് സെറ്റാവും. അപ്പോൾ അത് പോട്ടെ. എന്നിട്ട് നമ്മൾ ഐലൈനർ എടുത്തങ്ങ് എഴുതും. ആസ് യൂഷ്വൽ ഡാസ്ലർ ഗൈസ്. ഇതേ നോക്കിക്കേ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൊണാലിസയുടെ ഐസ് എല്ലാവർക്കും സ്യൂട്ടാവും ഗൈസ്. കണ്ണെഴുതി തുടങ്ങി എഴുതി അവസാനം നമ്മൾ അതിലൊരു ഗോപുരം പണിയും. ഞാനിങ്ങനെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വീഡിയോസിലൊക്കെ ഇങ്ങനെ കുറേ കണ്ടിട്ടുണ്ട്. കിച്ച് കിച്ച്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഫേസിൽ ഡ്രോ ചെയ്യാനും ഫേസ് പെയിൻറ്റിങ് ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടവും ആഗ്രഹം മാത്രമേ ഉള്ളൂ, അങ്ങ് നടക്കണില്ല. എന്ത് ചെയ്യാല്ലേ? അപ്പോൾ പിന്നെ ഇനി ഒരു സാധനം എടുത്തോണ്ട് വരണം. എല്ലാം ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടേ. ഓക്കെ, വേറൊന്നുമില്ല, നമ്മുടെ ഐബ്രോ സെറ്റാക്കാം. ഞാൻ മറ്റേ തീർന്ന ഒരു എന്താ പറയുക, മസ്കാരയുടെ ബോട്ടിൽ, മസ്കാരയുടെ ആ ബ്രഷിൽ അത് വെച്ചിട്ട് ഐബ്രോ വരയ്ക്കണേ. അതിലൊരു ശകലമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കുറച്ച് ബ്ലാക്ക് കളർ ഇങ്ങനെ പറ്റി വരും. അപ്പോൾ അത് സെറ്റ് ആയിക്കോളും. എൻ്റെ ഒറിജിനൽ ഐബ്രോയ്ക്ക് ഇത്രയും വീതിയൊന്നുമില്ല, നമ്മളങ്ങനെ വീതി കൂട്ടി സെറ്റാക്കും. സോ നെക്സ്റ്റ് വി ആർ ഗോണ ടു ബ്രോൺസർ എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് വരയ്ക്കുന്നത് ലിപ് ലൈനർ ആണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. അതിന് മാത്രം സാധനങ്ങളും ഇല്ല, അതിനുള്ള സാഹചര്യങ്ങളും ഇല്ല. അപ്പോൾ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ബ്രോൺസർ വരയ്ക്കുന്നതിന് വരെ ഞാനിവിടെ താടി വരച്ച വെച്ചാലായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണോ അത്ര സെറ്റ് ആവുന്നില്ല. ഞാൻ തന്നെ ചെയ്യുമ്പോൾ ഇതൊക്കെ ശരിയാവാറുണ്ട് ഗൈസ്. ബട്ട് യു മേ ഡോണ്ട് ബിലീവ് മീ. യൂഷ്വലി ഞാൻ കണ്ടിട്ടുള്ള മേക്കപ്പ് ട്യൂട്ടോറിയൽസിലൊക്കെ ഇങ്ങനെ ബ്രോൺസർ കഴിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇങ്ങനെ ബ്ലഷ് അപ്ലൈ ചെയ്യാറ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, എൻ്റെ ഫേസിൻ്റെ ഷേപ്പ് ഹാർട്ട് ഷേപ്പാണെന്ന് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. അപ്പം ഈ ഹാർട്ട് ഷേപ്പുള്ളവർക്ക് ഇവിടെ ഈ ഐസിൻ്റെ താഴെ ബ്ലഷ് കൊടുക്കുന്നതാണ് നല്ലതെന്ന് അവരിങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിവിടെ പരസ്പര ബന്ധമില്ലാതെ ബ്രോൺസറും ബ്ലഷും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനൊരു ഡിസ്ക്ലെയിമർ കൊടുക്കേണ്ടതായിരുന്നു. ഇതൊന്നും ആരും അനുകരിക്കരുത്. ഇതെല്ലാം എൻ്റെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ, ആ സെയിം ബ്രോൺസർ ലിപ് ലൈനർ വെച്ചിട്ട് നമ്മൾ ലിപ് ലൈൻ ചെയ്യും. എന്നിട്ട് അതുകൊണ്ട് തന്നെ ഫുള്ളങ്ങ് ഫില്ല് ചെയ്യും. എന്നിട്ടത് കഴിഞ്ഞ് ഐ ആം ഗോണ അപ്ലൈ ആൻ ഓൾഡ് ട്രെൻഡ് ഓൺ മൈ ലിപ്സ്. ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഓൾറെഡി ഒരെണ്ണം ഇട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ ചുണ്ടിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ വേറെ ലിപ്സ്റ്റിക്ക് വരച്ചിട്ട് ഒരു ട്രെൻഡില്ലായിരുന്നു ഒരിടയ്ക്ക്. ഇങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അതാണ് ഇവിടെ ചെയ്തത്. പിന്നെ ഇതൊന്നും എൻ്റെ ഇതിൽ വർക്കാവില്ലല്ലോ. എന്തായാലും നല്ലൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ലിപ് കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആക്ച്വലി ഞാൻ രണ്ടാമത് അപ്ലൈ ചെയ്ത ഷെയ്ഡ് ഒരു പ്ലം ഷെയ്ഡാണ് കേട്ടോ. ആക്ച്വലി ഐ ആം സോ സോറി ഗൈസ്, കരോട്ടെ വീട്ടിലെ പട്ടി ഈസ് സോ ഇൻട്രപ്റ്റിംഗ് മൈ വോയിസ് ഓവർ. നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ കണ്ണാടി നോക്കി ചിരിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫും മേക്കപ്പ് ട്യൂട്ടോറിയലൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു തോട്ട് വന്നു, ഇട്ട മേക്കപ്പിൻ്റെ പകുതി തുടച്ച് കളഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. വാട്ട് ഡു യു തിങ്ക് ഗൈസ്? വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന് എനിക്കറിയാം, ബട്ട് ഈസ് ഫൈൻ. കറണ്ട് പോയ സ്ഥിതിക്ക് പത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഞാൻ വേറെ എന്തൊക്കെയോ പറയാനായിട്ടായിരുന്നു ഈ ആക്ഷൻ ഇട്ടിട്ട് ഈ വീഡിയോ എടുത്തത്, പക്ഷേ അതെന്താണെന്ന് മറന്നുപോയി. അപ്പോൾ ശരി ഗൈസ്, ടാറ്റാ.